വായിക്കുന്നതിൽ അപ്പൊ കല്യാണം വന്നപ്പോ ഞാൻ ആ കല്യാണം കൊണ്ടുവന്ന ആള് ഫോട്ടോ ഉണ്ടപ്പോ ഞാൻ ചോദിച്ചതാണ്, ഇയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? എത്ര കാലമായാലും എഴുതാൻ തുടങ്ങിയിട്ട് ഈ മനുഷ്യനിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? പിന്നെ എനിക്കാണെങ്കിൽ കല്യാണം കൊണ്ടുവന്നിക്കാണ്. അപ്പൊ എനിക്ക് കൊണ്ടുവന്ന് ഇപ്പൊ ഈ പ്രായമുള്ള ആളാവുന്ന ഞാൻ വിചാരിച്ചിട്ടുമില്ല. കുറച്ച് പ്രായം ഉണ്ടല്ലോ, അത്ര വയസ്സുണ്ടല്ലോ അവർക്ക്. നമ്മളെ നാട്ടുകാർക്ക് വലിയ സ്നേഹമായിരുന്നു. ഏത് കുട്ടി, ചെറിയ മക്കൾ മുതൽ മുസ്ലിം പെണ്ണുങ്ങൾ കാച്ചുമുണ്ടും കാട്ടോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്ന് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഇതേമാതിരി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പെണ്ണുങ്ങളും മക്കളും അങ്ങനെയൊക്കെ കാറിൽ വന്ന് വർത്താനം പറഞ്ഞ് രാവിലെ വന്നാൽ വൈകുന്നേരം വരെ വർത്താനം പറഞ്ഞ് വൈകുന്നേരം ചായ കുടിച്ചിട്ട് പോണവരുണ്ട്. അങ്ങനെ ഞങ്ങൾ വളരെ ഒരു ക്ലോസ് ഫ്രണ്ട്സായി. പിന്നെ അവർക്ക് കത്തെഴുതും, ഫോൺ ചെയ്യും, എല്ലാ കാര്യങ്ങളും. പിന്നെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും, ആ ബഷീറിന്റെ വീട്ടിൽ പോവാലോ, ഇത്ര അധികം ആൾക്കാർക്ക് പോയാലോ എങ്ങനെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവർക്ക് വരുന്ന എത്രയോ പാർട്ടി വന്നു പോയിട്ടുണ്ട്. ബഷീർ കുറെ കൈ വെച്ചിട്ടുണ്ട്, കുറെ പ്രേമം, കുറെ ഇതൊക്കെ ഉള്ള ആൾ തന്നെയാ. ഇതെല്ലാം ഈ എഴുത്തിലേക്ക് ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് കിട്ടണമെങ്കിൽ അത് അഭിനയം കൂടി വേണം. വേണ്ടേ? നമ്മളൊരു പുസ്തകം എഴുതുകയാണേ, പുസ്തകം അല്ലെങ്കിൽ നമ്മളൊരു ഇതിനെ പറ്റി ഇമാജിൻ ചെയ്യണം. ഇമാജിൻ ചെയ്യുമ്പോൾ അതിലൊരു ഭംഗി, രുചി, രസം, ആഹ്ലാദം, സന്തോഷം ഇതെല്ലാം കൂട്ടുന്നുണ്ടെങ്കിൽ അയാളിത് അഭിനയിക്കണം.